ഇന്ന് എന്താണെന്നറിയില്ലടോ, പുട്ടും ബീഫും കഴിക്കാൻ ഭയങ്കര കൊതി. ഈ ഒരു സാധനം മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കണേ. എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കഴുകി വൃത്തിയാക്കിയിലോട്ട് അത് തട്ടിക്കൊടുത്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ബീഫ് മസാല, ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവയും അര സവാളയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചട്ടിയിലോട്ട് കുറച്ച് നല്ല ജീരകം പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം വേവിച്ച ബീഫ് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറി നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. സിമ്പിളാണെന്ന് പറഞ്ഞാൽ ടേസ്റ്റിൻ്റെ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ബീഫ് കറി കേട്ടോ. ഇത് പുട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബ്രെഡിൻ്റെ കൂടെ വരെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല, നല്ല കുറുകിയ ബീഫ് കറിയാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോവും. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകട്ടെ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.